ഞാൻ നോബൽ ഒന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നു. അവിടെ ഗോപാൽ ശീല സനലുണ്ട്, കോഴിക്കോട് ഷാഹദ് റഹ്മാനും കൊച്ചിയിൽ അർജുൻ മട്ടന്നൂരുമുണ്ട്. ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ആദ്യം ഗോപാലിലേക്ക്. ഗോപാൽ, തിരുവനന്തപുരത്ത് എങ്ങനെയാണ് 110 രൂപ കടന്നിരിക്കുന്നു തിരുവനന്തപുരത്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പെട്രോളിന് ഡീസൽ 90 രൂപയും കിടക്കുന്ന സാഹചര്യമാണ്. ഇനിയിപ്പോൾ അനുബന്ധ വിലക്കയറ്റം പ്രതീക്ഷിക്കേണ്ടി വരും, പ്രത്യേകിച്ച് ഡീസലിന് വില ഉയരുമ്പോൾ അല്ലേ ഗോപാൽ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. തീർച്ചയായിട്ടും വലിയൊരു വിലക്കയറ്റം കൂടി നമ്മൾ ഈ ഒരു വർധനവ് മൂലം പ്രതീക്ഷിക്കേണ്ടതായിട്ടിരിക്കുന്നു. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തിൻ്റെ കണക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ്. പെട്രോൾ ലിറ്ററിന് 110.76 ആയിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് 97.49 ആയിരുന്നു. 3.27 രൂപയാണ് ഇതിൽ വർധനവുണ്ടായിരിക്കുന്നത്. ഡീസലിൻ്റെ കാര്യത്തിലാണെങ്കിൽ നേരത്തെ 96 രൂപയായിരുന്നത് 99.24 വർദ്ധിച്ചിരിക്കും. നമുക്കിവിടെ പെട്രോൾ അടിക്കാൻ വന്നൊരു ചേട്ടനുണ്ട്, അദ്ദേഹത്തിനോട് ഒന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ, പെട്രോൾ വില വർദ്ധിച്ചത് അറിഞ്ഞായിരുന്നോ? വർദ്ധിച്ചത് പെട്രോൾ അടിക്കാൻ വന്നപ്പോഴാണ് അറിയുന്നത്. 3 രൂപയാണ് കൂടിയിരിക്കുന്നത്. വളരെ ക്രൂരമായ വർധനമാണ്, ജനത്തിനെ തകർക്കാനുള്ള പരിപാടിയാണ്. പ്രധാനമന്ത്രി പറഞ്ഞത് വലിയ പ്രതിസന്ധിയുണ്ട്, വേറെ വഴിയില്ല, വർദ്ധിപ്പിച്ചേ പറ്റൂ എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. അത് പറഞ്ഞിട്ട് കാര്യമല്ല. ചെയ്യേണ്ട സമയത്ത് ഭരണാധികാരികൾ അതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. കാരണം നമ്മളതിനകത്ത് ഈ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായിരുന്ന സമയത്ത് പോലും ഡീസലിനും പെട്രോളിനും അതിന് ബാരലിനൊക്കെ 150 രൂപ $150 എത്തിച്ചേർന്നപ്പോഴും ഇവിടെ 62 രൂപയിൽ നിന്ന സമയങ്ങളുണ്ടായിരുന്നു. എത്ര കൂടിയാലും അടിച്ചേ പറ്റുമല്ലേ? അടിച്ചേ പറ്റും, നിവൃത്തിയില്ലല്ലോ. നമുക്ക് യാത്ര ചെയ്യണ്ടേ, ജീവിത സാഹചര്യങ്ങൾ മാറിപ്പോയില്ലേ, ഇത് അനീതിയാണ്. സാധാരണക്കാരുടെ ഒരു വികാരം അങ്ങനെയാണ്, എത്ര വില വർദ്ധിച്ചാലും അടിച്ചേ പറ്റും. ചേച്ചി, എന്താ ഒരു അവസ്ഥ? നേരത്തെ അറിയിച്ചിരുന്നോ വർധനം ഇന്നുണ്ടാവുമെന്ന്? ഇന്നുണ്ടാവുമെന്ന് അറിഞ്ഞില്ല, ഉണ്ടാകും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് ഞങ്ങൾ രാവിലെ വന്നപ്പോഴാണ് വില മാറിയത് അറിഞ്ഞത്. ആൾക്കാർ വരുന്നവരോട് പറയണമല്ലേ? ഞങ്ങൾ പറയണം വില മാറി. കാര്യം വെച്ചാൽ അവർ ലിറ്റർ കണക്കാക്കി വരുന്നു. ലിറ്റർ മാറിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് അത് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും നമ്മൾ നേരത്തെ കൂട്ടി അങ്ങ് പറയും ഞങ്ങൾ വില കൂടിയിട്ടുണ്ട് എന്ന്. ഞങ്ങൾ എല്ലാ കസ്റ്റമേഴ്സിൻ്റെ അടുത്തും ഞങ്ങൾക്ക് പറഞ്ഞേ പറ്റൂ. പെട്രോൾ 110 കഴിഞ്ഞേക്കോ? അതെ. ഡീസലിന് വില കൂടുമ്പോൾ വിലക്കയറ്റം ഉണ്ടാവത്തില്ലേ ഈ ആൾ? തീർച്ചയായിട്ടും എല്ലാത്തിനും വില കൂടും. ഈ പമ്പിലുള്ള ജീവനക്കാരുടെയും ഒക്കെ ഒരു പൊതുവികാരം അങ്ങനെയാണ്. കാരണം ഈ പെട്രോളിന് വില വർദ്ധിക്കുന്നതിനൊപ്പം ഡീസലിന്റെ വില വർദ്ധിക്കുന്നു. ആ വില വർധന ഉണ്ടാകുമ്പോൾ അത് വിലക്കയറ്റത്തെ ബാധിക്കും. ചേട്ടാ, ഒരു സെക്കൻഡ് ചേട്ടാ, വില വർധന പറഞ്ഞായിരുന്നോ ഡീസലിന്റെ വില കൂടിയത്? സംസാരിക്കാൻ ഇപ്പോ തയ്യാറല്ല. എന്താണെങ്കിലും